ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. രാവിലെ തന്നെ എണീറ്റു, അപ്പോൾ അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ രാവിലെ നമ്മൾ ഇന്ന് ഗോതമ്പ് പുട്ടും പഴവുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റപ്പ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ രാവിലെ ബേക്കറിയിലേക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ കൂടി ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാവൊക്കെ വേഗം തന്നെ ഞാൻ കുഴച്ച് വെക്കാനൊക്കെ പോവുകയാണ്. അപ്പോൾ എല്ലാം സ്പീഡപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷത്തിൻ്റെ കൂടെ തന്നെ ഞാൻ ഇന്നൊരു ചീരത്തോരൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഈ ചീര അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. ഒട്ടുമിക്ക പേരും കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇതിങ്ങനെ തോരൻ വെക്കുമെന്ന് അറിയത്തില്ലായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പുട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ചാനലിൽ പാൽക്കപ്പ മീനും ഇട്ട് കുഴക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് നമുക്ക് മീൻ കിട്ടിയിരിക്കുന്ന കണ്ണിയിലയാണ് കേട്ടോ. അപ്പോൾ കണ്ണിയിലയുടെ കൂടെ തന്നെ 2-3 ചെറിയ അയിലയും മണങ്ങും അങ്ങനെയുള്ള ചെറിയ പൊടിമീൻ കൂടി ആ ചേട്ടൻ വെറുതെ തന്നതാണ്. അപ്പോൾ നമ്മളിതേ ചീര പറിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എൻ്റെ 2 കുട്ടിപ്പട്ടാളങ്ങളുമായിട്ടാണ് ഞാൻ ചീര പറിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ചീരയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പരിപ്പാണ്. പക്ഷേ നമുക്ക് പയർ വേവിച്ചത് ഫ്രിഡ്ജിലുള്ളത് കൊണ്ടിട്ട് ഞാനിന്ന് പയറുമായിട്ടാണ് തോരൻ വെക്കുന്നത്. പരിപ്പുണ്ടെങ്കിൽ എല്ലാവരും പരിപ്പിട്ട് തോരൻ വെക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഇതാണ് ചീര. ഇത് മഴക്കാലം ആകുമ്പോൾ നല്ലവണ്ണം ഉണ്ടാകും കേട്ടോ. പൊട്ടിക്കിളർത്ത് നല്ലവണ്ണം ഉണ്ടാവും. ഇതിൻ്റെ ഈ അരി കളഞ്ഞിട്ട് ഇലയും തണ്ടുമാണ് നമ്മൾ എടുക്കുന്നത്. വേര് മുറിച്ച് കളയും. കൂടുതലും മൂക്കാതെ കിളന്ന് നോക്കി എടുക്കുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ അത് നന്നായിട്ട് ഇപ്പം മണ്ണൊക്കെ നല്ലവണ്ണം അതിലുണ്ടാവും. അതുകൊണ്ട് 5-8 പ്രാവശ്യം നല്ലവണ്ണം വെള്ളത്തിൽ ഉലച്ച് കഴുകിയെടുത്ത് അരിഞ്ഞു വെക്കണം. അപ്പോൾ നമ്മളിത് കണ്ണിയയില പൊള്ളിക്കാൻ വേണ്ടിയിട്ട് അരപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ നമ്മളിന്ന് പച്ചടി കൂടി ഉണ്ടാക്കുന്നുണ്ട്. തക്കാളി പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തക്കാളി പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി, തക്കാളി എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട് പച്ചടിക്ക് ആവശ്യമായിട്ട്. അപ്പോൾ അതേ നമ്മുടെ പൊള്ളിക്കലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിനകത്ത് ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടിട്ടാണ് ഞാനത് പൊള്ളിച്ചത് കാണിക്കാതിരുന്നത്. അപ്പോൾ നേരെ ചീര തോരൻ വെക്കാൻ വേണ്ടി പോവുകയാണ്. പാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം കടുക് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് 2 ചെറിയ ഉള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത്, 2-3 വറ്റൽമുളകും ഒരു കറിവേപ്പിലയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പരിപ്പാണെങ്കിലും പയറാണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ആദ്യം തന്നെ അതൊന്ന് വേവിച്ചെടുത്ത് വെക്കണം. അതിനുശേഷം വേണം നമ്മൾ പാനിലേക്ക് ചീര തോരൻ വെക്കാനായിട്ട് തുടങ്ങാനായിട്ട്. അപ്പം ഞാൻ പയർ ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ അരപ്പ് കൂടി ഇതിൻ്റെ കൂടെ ഇടുകയാണ്. അപ്പോൾ അരപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് തേങ്ങ ചിരണ്ടി എടുക്കുക. അതിനകത്തേക്ക് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക്, ഒരു ചെറിയൊരു പീസ് സവോള ചെറുതാക്കി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് നല്ലവണ്ണം തിരുമിയെടുക്കുക. നല്ലവണ്ണം തിരുമിയിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് നമ്മളൊരു 5 മിനിറ്റ് ഇത് അടച്ചു വെക്കുക. ഈ അരപ്പിൻ്റെ പച്ചച്ചൊവ മാറാനും ഈ പച്ചമുളകൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമയം ഇതിൽ കൊടുത്താൽ മതി. അപ്പം നമ്മളത് അടച്ചു വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് തുറന്നു നോക്കാം. പെട്ടെന്ന് തന്നെ ഈ പരിപ്പൊന്ന് വേകുന്ന സമയം മാത്രമേ ഉള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാകുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് 5 മിനിറ്റിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമുളകൊക്കെ വെന്തിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ തന്നെ ചീര അരിഞ്ഞ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചീര കുറേശ്ശെ ആയിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചീര ഒന്ന് മിക്സാക്കി എടുക്കേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന് വലിയ വേവൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടുന്നതാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിൻ്റെ ആവശ്യം ഇല്ല എന്നെങ്കിൽ പോലും വേണമെന്നുണ്ടെങ്കിൽ ആ തണ്ടൊന്നുകൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് വേണമെങ്കിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഉപ്പൊക്കെ പോരാ എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇപ്പം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ദുവ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഫോണൊന്ന് ഷേക്കാകുന്നത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മളുടെ ചീര തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ചീരയാണിത്. കഴിക്കാത്തവർ അല്ലെങ്കിൽ ഇത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ നേരെ അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ
അപ്പോൾ ഇത് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കണ്ണിയിലയുടെ കൂടെ കിടന്ന ചെറിയ മീനെല്ലാം ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ചോറ് കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് മീൻ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചൂടോടുകൂടി കഴിക്കാനാണ് ഇവിടെ എല്ലാവർക്കും താല്പര്യം. അപ്പോൾ അതുകൊണ്ടിട്ട് വേഗം മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് ചോറ് തങ്കുൻ്റെ ഓഫീസിൽ കൊണ്ട് കൊടുക്കേണ്ടത് കാരണം ഞാനിപ്പോൾ പൊതിച്ചോറ് പൊതിയാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ വാഴയിലയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ചോറിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ചോറിനകത്തേക്ക് നമ്മുടെ ചീരത്തോരനാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചീരത്തോരനും കൂടി വെച്ചതിന് ശേഷം ഞാൻ നേരെ നന്നായിട്ട് അതൊക്കെ ഒന്ന് മടക്കിയെടുക്കുവാണ്. ഒഴിച്ച് കറി ഞാനൊരു ടിന്നിനകത്തേക്കാക്കിയാണ് വെക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ നമ്മുടെ പൊള്ളിച്ചതും മീൻ ഫ്രൈ ചെയ്തതും പിന്നെ നമ്മൾ തലേദിവസം വെച്ചിരുന്ന മോര് കാച്ചിയതുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ടിന്നിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ടൈം വരുന്നത് വരെ ടേക്ക് കെയർ ഓൾ ബൈ.